എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഗണിതശാസ്ത്രമാണ്, അതായത് മാത്സ് ആണ്. അപ്പോൾ നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഗണിതശാസ്ത്രമാണ്. അപ്പോൾ മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്, അതായത് 2.5 മണിക്കൂറാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ ഗണിതശാസ്ത്രമാണ് നാളത്തെ നിങ്ങൾക്കുള്ള പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചയോളം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗണിതശാസ്ത്രം പഠിക്കുന്നതിനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അത്രയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. മുൻപത്തെ പരീക്ഷ മാർച്ച് 10-ാം തീയതി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 17-ാം തീയതിയാണ്, അതായത് ഏകദേശം 6 ദിവസത്തിൻ്റെ ആ ഒരു സമയം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട്, അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് അതായത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ട്, അതായത് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം അതല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഗണിതശാസ്ത്രം വരുന്നത് അതായത് 80 മാർക്കിലാണ് വരിക. അപ്പോൾ 80 മാർക്കിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതായത് ഈ ഒരു 30 മാർക്കാണ്. അതായത് 30 എന്ന് പറയുമ്പോൾ ഈ ഒരു CE ഉൾപ്പെടെ 30 മാർക്കാണ്. അതായത് 80 പ്ലസ് ഈ ഒരു 20 മാർക്ക് CE ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ 100ആണ്. ഈ ഒരു 100 നിങ്ങൾ 30 മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 10 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു 20 മാർക്ക് CE കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു 19 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 11 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആൻസറും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെ കൊണ്ട് അറിയുന്ന രീതിയിൽ ആൻസേഴ്സ് കൃത്യമായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് 10 മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 20 മാർക്ക് ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥി 10 മാർക്ക് വായിച്ചാലാണ് ജയിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ 20 മാർക്ക് ഫുൾ CE കിട്ടുന്നില്ല, അതായത് ഇപ്പോൾ 20 മാർക്കിന് പകരം ഒരു 18 മാർക്കേ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ എഴുത്ത് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്കാണ് ഈ ഒരു എഴുതിയിട്ടുള്ള CE മാർക്കിൽ കിട്ടുന്നതെങ്കിൽ, കിട്ടാനുള്ള സാധ്യതയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 12 മാർക്ക് നേടിയാൽ മാത്രമാണ് ഈ ഒരു 30 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, അല്ലാതെ ജസ്റ്റ് ഒരു പാസ് നേടണം എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അതുപോലെ ഈ ഒരു 30 എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു D+ ആണ് 30-ന് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 60 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 60എങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു B+ അല്ലെങ്കിൽ A ഗ്രേഡ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ആണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 20 മാർക്ക് ഫുൾ CE നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ഈ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു 70 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതായത് 90 മാർക്ക് മുതൽ 100 വരെയാണ് A+ ഗ്രേഡ് കിട്ടുക. അപ്പോൾ ഈ 90-ഓ അതിന് മുകളിലോ കിട്ടുകയാണെങ്കിൽ A+ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു 20 മാർക്ക് ഫുൾ CE കിട്ടുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു, അതായത് 60 മാർക്കോ അതിന് മുകളിലോ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് 60 മുതൽ ഏകദേശം 69 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ A ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മാർക്ക് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പെർസെൻറ്റേജും അതുപോലെ തന്നെ ഗ്രേഡും കൂടുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്. ജയിക്കാനായിട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 10 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. അതായത് ആകെ മാർക്കിൻ്റെ 30% ആണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതേസമയം നിങ്ങൾക്ക് ഒരു 19 മാർക്കേ CE കിട്ടുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ 11 മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ ജയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു 18 മാർക്കേ CE കിട്ടുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എക്സ്ട്രാ കൂടുതൽ എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു D+ ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് CE മാർക്ക് ജയിക്കാനായിട്ടാണോ കൂട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ജസ്റ്റ് A+നെ അല്ലെ A+ ആക്കാനാണോ CE മാർക്ക് കൂട്ടുക എന്നുള്ളത്. CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നുള്ളതാണ് CEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് നോട്ട്സ് എഴുതുന്നു, അതുപോലെ തന്നെ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് ഇവയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു, അതുപോലെ ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഇതിനൊക്കെ വേണ്ടി ടീച്ചേഴ്സ് നൽകുന്ന, അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ സ്വഭാവം ഒക്കെ ആശ്രയിച്ചിട്ട്, അതുപോലെ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു അതൊക്കെ അനുസരിച്ചിട്ടാണ് CE മാർക്ക് തരിക. അപ്പോൾ CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി നൽകി കഴിഞ്ഞൊരു മാർക്കാണ്. അപ്പോൾ ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും. ഈ ഒരു CE മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷ എന്ന് പറയുമ്പോൾ ടെർമിനൽ ഇവാലുവേഷൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അത് ഈ ഒരു ആകെ മാർക്കിൻ്റെ, അത് 100-ൽ 30
മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അത് CE എന്ന് പറഞ്ഞാൽ ജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉണ്ട്. ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CEയും അതുപോലെ ഈ ഒരു പരീക്ഷയുടെ മാർക്കും കൂട്ടുന്ന സമയത്ത് 30 മാർക്ക് 80ൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകി ജയിക്കാൻ നിങ്ങളെ ഈ ഒരു ഗ്രേസ് മാർക്ക് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ CE മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഗണിതശാസ്ത്രം പരീക്ഷയ്ക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.